പ്രശസ്ത ജ്യോത്സ്യൻ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു 2001 ജൂലൈ 3 രാജരാജേശ്വരനെ തൊഴാൻ ജയലളിത തളിപ്പറമ്പിലെത്തിയത്. രാത്രി 8:50 ക്ഷേത്ര പടിപ്പുരയിലെത്തിയ ജയലളിത രാജരാജേശ്വരന് മുന്നിൽ പൊന്നിൻകുടം സമർപ്പിച്ച് തൊഴുതു മടങ്ങി. ക്ഷേത്ര സന്ദർശനത്തിനും ഏറെ മുൻപേ ജയലളിത രാജരാജേശ്വരനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്നു. 99 മാർച്ച് 27 ജയലളിതയുടെ നിർദ്ദേശപ്രകാരമാണ് ശിവസുന്ദരം എന്ന ആനയെ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ രോഗം ബാധിച്ച് ഈ ആന ചെരിഞ്ഞു. 2001 ശേഷം രാജരാജേശ്വരന്റെ സന്നിധിയിൽ നേരിട്ടെത്തിയിട്ടില്ലെങ്കിലും രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിലെല്ലാം ജയലളിതയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഇവർക്കായി പൂജകൾ നടത്തിയിരുന്നു. അപ്പോളോ ആശുപത്രിയിൽ ജയലളിത രോഗവുമായി മല്ലടിക്കുമ്പോഴും കഴിഞ്ഞ 30 ചെന്നൈയിൽ നിന്നെത്തിയ സംഘം ഇവരുടെ പേരിൽ ക്ഷേത്രത്തിൽ പൊന്നിൻകുടം സമർപ്പിച്ചിരുന്നു. 5-8 പേര് കൂടി ക്ഷേത്രത്തിൽ ദർശിക്കുകയും ഈ ജയലളിതയ്ക്ക് വേണ്ടി ഒരു പൊന്നിൻകുടം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ഈ അസുഖം ഭേദാകുന്നതിന് വേണ്ടി. ജയലളിതയുടെ സന്ദർശനത്തോടെയാണ് തളിപ്പറമ്പ് TTK ദേവസ്ഥത്തിന് കീഴിലുള്ള ഈ ക്ഷേത്രം ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർന്നത്. മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് ചന്ദ്രിക കുമാരതുംഗെ, മുൻ കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പ തുടങ്ങി നിരവധി പ്രമുഖർ തുടർന്ന് രാജരാജേശ്വരനെ തൊഴാൻ തളിപ്പറമ്പിലെത്തിയിരുന്നു. മീഡിയ 1 കണ്ണൂർ.